വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം പ്രിട്ടീമിസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ടിരിക്കുന്നല്ലോ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട 5 കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഈ ഒരു 9ാം ക്ലാസ്സിലായിക്കോട്ടെ, നിങ്ങൾ ഇനി അടുത്ത വർഷം 10ലോട്ട് കയറുമ്പോഴായിക്കോട്ടെ, +1 ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ഇനി അങ്ങോട്ട് നിങ്ങൾ ഏത് സയൻസ് സബ്ജക്റ്റ് എടുത്താലും അതിൻ്റെയൊക്കെ ബേസിക് കോൺസെപ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ 5 കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. ഈ ഒരു ബേസിക് കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ ഈ ചാപ്റ്ററിലേക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കടക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് റിവിഷൻ ആയിട്ട് നമ്മൾ ക്ലാസ്സസ് തരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ക്ലാസ് 9 ബയോളജിയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നു, അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്ലാസ്സിലെ എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ ഇവിടെ വീഡിയോസുകൾ ഉണ്ടാകും, ക്ലാസ്സസുകൾ ഉണ്ടാകും കേട്ടോ. ഇനി അത് മാത്രമല്ല, കൂടുതലായിട്ട് നമ്മൾ ബേസിക് കോൺസെപ്റ്റ് അറിഞ്ഞ് ഡീറ്റെയിൽ ഒരു ലൈവ് ക്ലാസ് ഒക്കെ കിട്ടി അടിപൊളിയായിട്ട് നമ്മുടെ 9ാം ക്ലാസ് സെറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിഞ്ച ബാച്ചിൻ്റെ സൈലത്തിൻ്റെ ഈ ഒരു ക്ലാസ് 9 നിഞ്ച ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോൺസെപ്റ്റുകൾ പഠിക്കാനും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഒരു വർഷത്തേക്ക് 299 റുപ്പീസേ ഉള്ളൂ. നമ്പർ ഇതുവരെ കിട്ടാത്ത മക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പോൾ നമ്മളിതാ നേരെ നമ്മുടെ 1ാം പാഠഭാഗമായിട്ടുള്ള ടു ലൈഫ് പ്രോസസ് അല്ലെങ്കിൽ ജീവൽ പ്രക്രിയകളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. എന്താണ് ബയോമോളിക്യൂൾ, എന്താണ് കാറ്റബോളിസം, എന്താണ് എനബോളിസം, എന്താണ് എൻസൈമുകൾ, എന്താണ് ഹോർമോൺസ്. ഇത്രയും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഇതെന്താണ് എന്ന് നമുക്ക് പഠിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് എന്താണ് ബയോമോളിക്യൂൾ എന്നാണ്. ഈ ബയോമോളിക്യൂൾ എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റുകളുണ്ട്, ലിപ്പിഡുകളുണ്ട്, പ്രോട്ടീനുകളുണ്ട്, ന്യൂക്ലിക് ആസിഡുകൾ, ഇങ്ങനെ പലതരത്തിലാണ് ബയോമോളിക്യൂളുകൾ ഉള്ളത്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാന ഘടകം സെല്ലാണ്, കോശമാണെന്ന് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ സെല്ലുകളുടെയും അടിസ്ഥാന ഘടകമുണ്ട്. അതായത് ഈ സെല്ലിലെ സെൽ ഓർഗനൽസും കോശാംഗങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പലതരത്തിലുള്ള സാധനങ്ങൾ വേണം. അതിനാണ് പലതരത്തിലുള്ള മോളിക്യൂളുകൾ ഉള്ളത്. അതിൻ്റെയും അടിസ്ഥാന ഘടകമാണെന്ത്, ആറ്റം എന്ന് നമ്മൾ പഠിക്കുന്നത് അല്ലേ. നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവും. എല്ലാത്തിൻ്റെയും അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ആറ്റമാണ്. ആറ്റങ്ങൾ ചേർന്ന് മോളിക്യൂളുകളാകുന്നു, അത് ചേർന്ന് കോമ്പൗണ്ട്സുകളാകുന്നു. അങ്ങനെ ചേർന്ന് തന്നെയാണ് ഓരോ സെല്ലും അതിൻ്റെ ഉള്ളിലുള്ള ഓരോ ഭാഗങ്ങളും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ശരീരത്തിലെ കോശങ്ങളും എല്ലാ ഭാഗങ്ങളും, നമ്മുടെ മസിൽസ് ആയിക്കോട്ടെ, ബോൺസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഉണ്ടാക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്, ഈ പറയുന്ന ബയോമോളിക്യൂൾ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ബയോമോളിക്യൂൾ എന്ന് പറയുമ്പോൾ മോളിക്യൂളാണ്, പക്ഷേ ജൈവ തന്മാത്രകളാണ്. നമ്മുടെ ബോഡി ഉണ്ടാക്കപ്പെടുന്നത് ഈ പറയുന്ന ബയോമോളിക്യൂളുകൾ കൊണ്ടാണ്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും 4 കാറ്റഗറീസ് ആണുള്ളത്. കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, അതുപോലെ ന്യൂക്ലിക് ആസിഡുകൾ. ഈ കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണങ്ങളാണെന്ത്, നമ്മുടെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അന്നജം എന്ന് പറയും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ചോറിലൂടെ കിട്ടുന്ന ഗ്ലൂക്കോസ്, അതുപോലെ അന്നജം, സ്റ്റാർച്ച്, നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഫ്രക്ടോസ്, ഇതൊക്കെ എന്താണ്, കാർബോഹൈഡ്രേറ്റുകളാണ്. ഇനി അടുത്തതാണ് നമ്മുടെ ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ നല്ല മീൻ കഴിക്കുമ്പോൾ നമുക്ക് നല്ല എണ്ണ, ഫാറ്റും അതുപോലെ ഓയിൽസൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ പറയുന്ന എണ്ണ അല്ലെങ്കിൽ ഓയിൽസ് ഇതൊക്കെ കിട്ടുന്ന ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിപ്പിഡുകൾ എന്ന് പറയുന്നത്. ഫാറ്റും ഓയിൽസും തന്നെയാണ് ലിപ്പിഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നതാണ് എന്ത്, പ്രോട്ടീനുകൾ. നമ്മൾ വളർച്ച നടക്കണം, സെല്ലിൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ അവിടെ വേണ്ട ഒന്നാണ് എന്ത്, നമ്മുടെ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ ഇനിയും പഠിക്കും എന്ത്, എൻസൈമുകൾ, ഹോർമോണുകൾ. നമ്മുടെ വായിൽ എന്തുണ്ട്, സലൈവറി അമിലേസ് എന്ന് പറഞ്ഞ എൻസൈമുണ്ട്. നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഹോർമോണുകളുണ്ട്. ഗേൾസിനുള്ളതാണ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, അതുപോലെ ആൺകുട്ടികൾക്കുള്ളതാണ് ടെസ്റ്റോസ്റ്റെറോൺ. അതിൽ കൂടുതലായിട്ട് നമുക്ക് പല ഹോർമോണുകൾ, ഇതൊക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിലെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ആ ഹോർമോണുകളും എൻസൈമുകളും ഒക്കെ ചേരുന്നത് പലതരത്തിലുള്ള പ്രോട്ടീനുകളാണ്. അപ്പോൾ അതാണ് നമ്മൾ പ്രോട്ടീൻ എന്ന് പറയുന്ന ബയോമോളിക്യൂൾ. കഴിഞ്ഞിട്ടില്ല, 4ാമതായിട്ട് വരുന്നതാണ് ന്യൂക്ലിക് ആസിഡുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ ന്യൂക്ലിയസ് പഠിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ നൂല് പോലെ കിടക്കുന്ന ക്രൊമാറ്റിൻ റെട്ടിക്കുലം പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ ക്രൊമാറ്റിൻ റെട്ടിക്കുലം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ മാറി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് DNA, അതിൻ്റെ ഒരു ഗ്രൂപ്പ് ഫോർമേഷനിൽ വരുമ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും DNA എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വരുന്ന ന്യൂക്ലിക് ആസിഡാണ് ഇത് RNA എന്ന് പറയുന്നത്. അപ്പോൾ ഇവരിലാണ് നമ്മുടെ ജനിതക ഘടന, നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ജീൻ
പ്രോട്ടീനുകൾ അടങ്ങിയിരിക്കുന്നത്. അപ്പം ന്യൂക്ലിക് ആസിഡുകൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന DNA-യും അതുപോലെ RNA-യുമാണ്. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഭാഗങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പറയുന്ന ബയോമോളിക്യൂളുകൾ കൊണ്ടാണ്. അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് മെറ്റബോളിസം എന്നും. മെറ്റബോളിസത്തിന് 2 ഭാഗങ്ങളുണ്ട്, അനബോളിസവും കാറ്റബോളിസവും. അതായത് നമ്മുടെ ശരീരത്തിൽ പല പ്രക്രിയകൾ നടക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ശ്വസിക്കുന്നു, റെസ്പിറേഷൻ നടക്കുന്നുണ്ട്, എക്സ്ക്രീഷൻ വിസർജനം നടക്കുന്നുണ്ട്, അങ്ങനെ പല പല പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഈ പ്രോസസ്സിലൊക്കെ ചിലത് അവിടെ ഉണ്ടാക്കപ്പെടുകയാണ് ചെയ്യുന്നത്, ചിലത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ചിലത് അവിടെ പൊടിച്ച് ബ്രേക്ക് ഡൗൺ പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ ഇതെന്തൊക്കെയാണ് ഇവിടുത്തെ പ്രോസസ്സുകൾ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് അനബോളിസം. ഈ അനാബോളിസവും കാറ്റബോളിസവും കൂടെ ചേരുന്നതാണ് എന്ത്, നമ്മുടെ മെറ്റാബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ അനാബോളിസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്ലാന്റ്സ്, നമുക്ക് ഫുഡ് കിട്ടണമെങ്കിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്ലാന്റ്സിലാണ്. ഈ സസ്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ത്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. എന്താണ്, പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസിൽ ആദ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബൺ ഉണ്ട്, അതുപോലെ ഓക്സിജനും ഉണ്ട് ഇല്ലേ. കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. വാട്ടറിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയും, ഹൈഡ്രജനും ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിജനും ഉണ്ട്. ഇനി ഇവ രണ്ടും കൂടെ ചേർന്നിട്ടാണ് എന്തായി മാറുന്നത്, ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഗ്ലൂക്കോസിലേക്ക് എന്ത് വരുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് കാർബൺ വരുന്നുണ്ട് ഇല്ലേ, കാർബൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, ഓക്സിജനും വരുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് ഓക്സിജനും വരുന്നുണ്ട്. പിന്നെ വാട്ടറിൽ നിന്ന് എന്ത് വരുന്നുണ്ട്, ഹൈഡ്രജനും വരുന്നുണ്ട് ഇല്ലേ, ഹൈഡ്രജനും വരുന്നുണ്ട്. അപ്പം നിങ്ങൾ നോക്കിക്കേ, ചെറിയ ചെറിയ മോളിക്യൂളായിരുന്ന കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനിൽ നിന്നും കാർബണും ഹൈഡ്രജനും എല്ലാം കൂടെ ചേർന്ന് ഒരു വലിയ മോളിക്യൂളിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് അല്ലേ. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇവിടെ നോക്കിയേ, ചെറിയ സാധനങ്ങൾ ചേർന്ന് വലിയ ഒരു സാധനം ഉണ്ടാക്കുന്നു. അങ്ങനെ മേക്കിംഗ് പ്രോസസ്സ്, ഒന്നിനെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അനബോളിസം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് എന്ത്, ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ആ പ്രകാശ സംശ്ലേഷണത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ അല്ലെങ്കിൽ ജലവും കൂടെ ചേർന്ന് ഗ്ലൂക്കോസായി മാറുന്നു, ഗ്ലൂക്കോസിനെ ഉണ്ടാക്കിയെടുക്കുന്നു. ആ പ്രോസസ്സാണ് എന്ത്, അനബോളിസം. നിർമ്മിക്കുന്ന പ്രക്രിയയാണ് അനബോളിസം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരുന്നതാണ് കാറ്റബോളിസം. കാറ്റബോളിസം എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് ഉദാഹരണം മിസ് പറഞ്ഞുതരാം. പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ, അതായത് പ്രോട്ടീൻ വിഘടിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മസിൽസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ പ്രോട്ടീൻ വേണം. ഹോർമോൺ ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ എൻസൈം ഉണ്ടാവണമെങ്കിൽ അതൊക്കെ ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീന് ഇതുപോലെ കണ്ടോ, മാല പോലെ കോർത്ത് വെച്ചേക്കാണ്. ആ മാല പോലെ കോർത്ത് വെച്ചേക്കുന്നതിൽ നിന്ന് ഈ നൂലിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്താൽ ഓരോ മുത്തും എന്ത് ചെയ്യും, വേർപിരിഞ്ഞ് കിട്ടും ഇല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഇങ്ങനെ കൂടിക്കിടക്കുന്ന ഈ ഒരു പ്രോട്ടീനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ആ മുത്തിനെയൊക്കെ വേറെ വേറെ ആയിട്ട് എടുക്കാം. അപ്പോൾ ഒരു വലിയ സാധനത്തിന് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന, പൊട്ടിച്ച് കളയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാറ്റബോളിസം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ പ്രോട്ടീൻ വിഘടനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാധനത്തിന് ഉണ്ടാക്കിയെടുക്കുന്നതിന് അനബോളിസം എന്നും ഒരു സാധനത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ മോളിക്യൂളാക്കി മാറ്റുന്നതിന് കാറ്റബോളിസം എന്നും പറയുന്നു. അപ്പോൾ അനബോളിസത്തിന് ഉദാഹരണം ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. കാറ്റബോളിസത്തിൻ്റെ എക്സാമ്പിളാണ് പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ പ്രോട്ടീൻ വിഘടനം എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല. അടുത്തതാണിത്, നമ്മൾ പ്രോട്ടീനുകൾക്ക് ഉദാഹരണം പറഞ്ഞ എൻസൈമുകൾ. നമ്മുടെ ശരീരത്തിൽ പല പ്രക്രിയകൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു, പല ലൈഫ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ പ്രോസസ്സിൻ്റെ ഒരു സ്പീഡ്, അതായത് ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ഇവിടെയുള്ള കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് ചേർന്ന് വാട്ടറും ചേർന്ന് ഗ്ലൂക്കോസ് ആവുന്നു അല്ലേ. ഇതേപോലെ നമ്മുടെ ബോഡിയിലും എന്ത് ചെയ്യുന്നു, പല പ്രോസസ്സ് നടക്കുന്നുണ്ട്. റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ എത്തണം, ഗ്ലൂക്കോസ് എത്തണം, എന്നിട്ട് എനർജീനെ ഉണ്ടാക്കണം. അപ്പം അങ്ങനത്തെ പ്രോസസ്സുകളിൽ ആ ഒരു റിയാക്ഷൻ സ്പീഡിൽ നടക്കാൻ, പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്നതാണ് എന്ത്, എൻസൈമുകൾ എന്ന് പറഞ്ഞ പ്രോട്ടീൻ. അതായത് സ്പീഡ് അപ്പ് ദ കൗണ്ട്ലെസ് കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഓർഗാനിസം. രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഉദാഹരണം നിങ്ങൾ ഇവിടെ ഒന്ന് പഠിച്ചു വെച്ചു, സലൈവറി അമിലീസ് നമ്മുടെ തുപ്പൽ, ഉമിനീരിലാണ് ഉണ്ടാവുക. പെപ്സിൻ നമ്മുടെ ആമാശയത്തിൽ, സ്റ്റൊമക്കിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ അടുത്ത പാഠഭാഗത്ത് പഠിക്കുന്നുണ്ട് ചാപ്റ്ററിൽ. അപ്പോഴത്തേക്കും ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവണം. അടുത്തതാണ് ഹോർമോണുകൾ.
കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്നത് എൻസൈമുകളാണ് എങ്കിൽ ഹോർമോണുകൾ എന്ത് ചെയ്യുന്നു? കെമിക്കൽ മോളിക്യൂൾ ദറ്റ് റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ബയോളജിക്കൽ ഫംഗ്ഷൻ. ഇപ്പം നമ്മൾ പെൺകുട്ടികളിൽ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മെൻസ്ട്രേഷൻ നടക്കണം. ആ മെൻസ്ട്രേഷൻ നടക്കാൻ വേണ്ടി നമ്മുടെ ആ ഒരു ഓവത്തെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈസ്ട്രജൻ ആണ്. അതുപോലെ തന്നെ നമ്മളൊരു അമ്മയായി കഴിയുമ്പം അവിടെ മാറ്റങ്ങൾ, കുട്ടിക്ക് വേണ്ട എല്ലാ സഹായം കൊടുക്കാൻ പ്രൊജസ്ട്രോൺ ഉണ്ട്. അപ്പം ഇത്തരത്തിൽ ആ ഒരു ബോഡീനെ ഹെൽപ്പ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ആരുണ്ട്? ഈ പറയുന്ന ഹോർമോണുകളുണ്ട്. ഇനി പുരുഷന്മാരുടെ ശരീരത്തിൽ എടുക്കുമ്പോൾ അവർക്ക് സ്പേം ഉണ്ടാവണം, അവരുടെ ശരീരത്തിൽ മാറ്റങ്ങൾ, അവരൊരു ആൺകുട്ടി ഒരു മനുഷ്യനായി മാറുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ വളരുന്ന പ്രായത്തിൽ എന്തുണ്ടാവുന്നുണ്ട്? മീശ വളരുന്നുണ്ട്, നിങ്ങളുടെ സൗണ്ടിന് മാറ്റം വരുന്നുണ്ട്. അവിടെയൊക്കെ എന്ത് ചെയ്യുന്നു? ടെസ്റ്റോസ്റ്റെറോൺ എന്ന ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുമാത്രമല്ല നമ്മുടെ ബോഡിയിൽ തന്നെ ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുന്നു? ഗ്ലൈക്കോജനാക്കി. ഇൻസുലിൻ എന്ന ഹോർമോണൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം അത്തരത്തിൽ ശരീരത്തിലെ പല പ്രോസസ്സുകൾ നടത്താനും അതിനെ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും എല്ലാം ഒന്ന് നോക്കി നടത്താനുമായിട്ട് കെമിക്കൽ പ്രോട്ടീൻസിനെയാണ് നമ്മൾ ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഉദാഹരണമാണ് മിസ് ഇവിടെ കൊടുത്ത ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ 5 നിർബന്ധമായ കാര്യങ്ങൾ പഠിച്ച് സെറ്റായാൽ മാത്രമേ ഇനി വരുന്ന ചാപ്റ്ററുകളും ഇനിയുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂ. അതിനുള്ള ബേസിക് കോൺസെപ്റ്റാണ് മിസ് പറഞ്ഞത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ പഠിക്കുക. ഇനിയും കൂടുതൽ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടാകും, അതൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും നിങ്ങൾക്ക് വേണ്ടത് എങ്ങനത്തെ ക്ലാസ്സാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ അതുപോലെ തന്നെ മിസ് എന്ത് ചെയ്യും? ബയോളജിൻ്റെ കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്, ബൈ.